മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് പിടിച്ചൊരു ഓട്ടപ്പാച്ചിലിൻ്റെ ആയിരുന്നു. കാരണം ഇത് നമുക്ക് കുറേ പേരുണ്ട് പഠിക്കാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ ഏല ഒരിക്കലായിരുന്നല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏല ഒരിക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഏല ഒരിക്കൽ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടില്ല. എന്നാലും ഒരു 2-3 ദിവസം കൂടി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഏല ഒരിക്കലിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ രാവിലെ ഫുള്ള് കിച്ചണിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മുടെ കറികളും ചോറും എല്ലാം എന്താ പാത്രത്തിലാക്കി നമുക്ക് 2 സെറ്റ് പണിക്കാരത്തുള്ളൂ. എന്നത്തെയും പോലെ നമ്മുടെ ചേച്ചിമാരിന്ന് ഏലം ഒരിക്കൽ തന്നെയാണോ. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരുക്കി വന്നിട്ടുള്ള ഏലം കണ്ടല്ലോ. അപ്പോൾ അത് ഫുള്ള് നമ്മളൊന്ന് മരുന്നടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചേട്ടന്മാരുണ്ട്, 4 പേരുണ്ട് ചേട്ടന്മാർ. അപ്പോൾ ചേച്ചിമാരൊന്ന് 5 പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടി അടങ്ങുന്ന പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് ചേച്ചിമാരുടെ ഫുഡ് ചെയ്യാനിതാ 2 കൂട്ടരും 2 സ്ഥലങ്ങളിലായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 സെപ്പറേറ്റ് പാത്രങ്ങളാക്കിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ചേച്ചിമാരുടെ ഫുഡ് ചെയ്യാൻ ഓൾറെഡി ആ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചോറുണ്ട്. അതേപോലെ തന്നെ എന്താ സ്പെഷ്യൽ ഒന്ന് പെട്ടെന്ന് കാഴ്ചയിലൊക്കെ എത്തണം. എല്ലാം ഞാൻ പാത്രങ്ങളിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വൻപയർ തോരനാണ്. പിന്നെ നമുക്ക് മീൻ വറുത്തതാട്ടോ. ഇത് കിളിമീനാണ്. കുമ്പളങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മോരുകറിയാണ്. അപ്പോൾ ആ മോരുകറിയൊക്കെ ഞാൻ ഓൾറെഡി പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. മോരുകറി മീൻ വറുത്തത് എല്ലാം നമ്മൾ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കവറിലേക്ക് ആക്കാം. നമ്മുടെ വൻപയർ തോരൻ. അപ്പോൾ ആവശ്യത്തിനുള്ളത് നമ്മളിതാ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ബാലൻസ് ആട്ടോ ഇതുള്ളത്. അതായത് നമുക്കിനി ചേട്ടന്മാർക്ക് വേറെ പാത്രത്തിലാക്കാണ്ടപ്പോൾ നമ്മുടെ വൻപയർ തോരൻ. ഇത് ഞാനിപ്പോൾ തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ, അല്ലാതെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ നല്ല വേവിനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. അതുകൊണ്ട് രാവിലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. അപ്പോൾ എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ പാത്രത്തിലാക്കിയിട്ട് സമയം ഏകദേശം ഒരു 10 മണി 10:05 ആയിട്ടുണ്ട്. പിന്നെ നേരെ പറമ്പിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിഷ് ഷോപ്പറിലേക്ക് ആക്കാം കേട്ടോ. രാവിലെ ഇന്നൊരു ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇന്നലെ രാത്രിയൊക്കെ നല്ല ചൂടായിരുന്നേ. നമ്മുടെ ആമിനിക്കുട്ടിക്ക് ഇപ്പോൾ അംഗൻവാടിയിലേക്ക് പോകുന്ന ഒരു ടൈമായി. അപ്പോൾ ആളെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവർക്ക് ഫുഡ് കൊടുത്ത് വന്നതിന് ശേഷം നമുക്ക് എന്തായാലും ആമിനിക്കുട്ടിനെ അംഗൻവാടിയിലേക്ക് വിടാം. എനിക്ക് രാവിലത്തെ കുക്കിംഗ് ബ്ലോഗ് എടുക്കണമെന്നുണ്ടെങ്കിലും എല്ലാം പാടുള്ള ഒരു തിരക്കിൽ നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റാതെ. അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് ബ്ലോഗ് ഒന്നും എടുക്കാതെ പെട്ടെന്ന് ഇനി നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. ഇങ്ങനെ കൊണ്ടതാണല്ലോ ഒന്നും ഇരിക്കാൻ പാട്. അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ബ്ലോഗ് ചെയ്ത ടൈമിലേ എൻ്റെ മേളിലുള്ള ഈ ഉറി ഉണ്ടല്ലോ. ബാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ രസം ഇത് കുറേ ആയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അത് കുറേ നാളായിട്ടുണ്ട് ഈ ഒരു ഉറിയൊക്കെ സെറ്റ് ചെയ്തിട്ടപ്പോൾ. ഇത് ഞാൻ കൂടുതലും ഉണക്കമീനാട്ടോ വയ്ക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ പൂച്ചയുടെ ശല്യമൊക്കെ കൂടുതലുള്ളത് ഇതുപോലെ ഉണക്കമീനൊക്കെ ഇതുപോലെ ഉറിയിലൊക്കെ വെക്കുവാണെങ്കിൽ സേഫ് ആണല്ലോ. നമ്മുടെ ഫുഡെല്ലാം ഒന്ന് കവറിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ പറമ്പിലേക്ക് പോകാണ്ടിന് ഒട്ടും സമയം കളയില്ല. അപ്പം എന്തായാലും നേരെ ഫുഡൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം വന്നിട്ട് കാണാം. അപ്പോൾ വന്നതിന് ശേഷം നമുക്ക് കുറേ പാത്രങ്ങൾ വേണ്ട. നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ കുറേ പണികൾ ഇട്ടിട്ട് വന്നിട്ട് എന്തായാലും ശരവണിയിൽ പോയി കൊണ്ട് കൊടുത്തിട്ട് വരാം. ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയാളെന്താ ഇപ്പോൾ ഈ കുരുമുളക് കാണിക്കുന്നത് ആരും വിചാരിക്കുന്നുണ്ട്. കാരണം ഫുഡൊക്കെ കൊടുത്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ കുരുമുളക് മെതിക്കാൻ വേണ്ടി വന്നിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കാലുകൊണ്ട് തന്നെ ഞാനിതാ ഇപ്പോൾ തന്നെ മെതിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് കാല് വെച്ച് ചവിട്ടി അങ്ങനെ മെതിച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ്. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ മുളക് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നമുക്ക് മുളക് പറിക്കാനായിട്ട് ഇങ്ങനെ ഒരുപാടൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറിച്ച് തീർന്നുകൊണ്ട് തന്നെ ഇപ്പം നേരത്തെ മൂക്കാത്തതും പഴുക്കാത്തതൊക്കെ ആയിട്ടുള്ള ഒരു നേരത്തെ നിർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മാത്രം കേട്ടോ ഇപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല. പോയി വന്നപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടുണ്ട്. അതുകൊണ്ടാണെങ്കിൽ പിന്നെ ശരമണിയിൽ നിന്ന് അതങ്ങ് ചവിട്ടി ഇട്ടതപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. കുറച്ച് പെട്ടെന്ന് അങ്ങ് ചവിട്ടി ഇട്ടു കേട്ടോ. അപ്പോൾ അതൊരു ചണ്ടി കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ട് ചണ്ടി. അപ്പോൾ ഈ ഒരു ചണ്ടിയിലായാലും എന്താ ഇടയിലൊക്കെ കുറച്ച് മുളകുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുളകൊക്കെ നമുക്ക് ഒന്ന് വെയിലത്തിട്ടതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് ഞാൻ എടുക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ എന്തായാലും അതൊന്ന് വെയിലത്ത് എടുത്ത് അപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ മെതിച്ചിട്ടുള്ള അത് കാല് വെച്ച് ചവിട്ടി മെതിച്ചിട്ടുള്ള ആ ഒരു മുളക് ഇപ്പോൾ നമ്മളങ്ങനെ കുറേ ആയിട്ട് കാലൊക്കെ വെച്ചിട്ട് ചവിട്ടി മെതിച്ചിട്ട്. കാരണം നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയുള്ള മുളക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇപ്പം അങ്ങനെ സ്റ്റോറിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇതാക്കാറാട്ടോ, അതായത് മെതിച്ചെടുക്കാറാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് മുളകൊന്നുമില്ല. കാരണം അങ്ങനെ തിരഞ്ഞ് പറിക്കുകയൊക്കെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അന്നൊന്നും പറിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതേപോലെ ചവിട്ടി മെതിച്ചിടാറാട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് ഇടയിൽ കുറച്ച് മുളക് കിട്ടും. അപ്പോൾ എന്തായാലും അത് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് പോയിട്ട് വെയിലത്തിട്ട് ഈ ഒരു ചണ്ടിയും വെയിലത്തിടണം. അതേപോലെ നമ്മളിപ്പോൾ മെതിച്ചെടുത്തിട്ടുള്ള ആ ഒരു മുളകും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെയിലെന്തായാലും ഒന്ന് ഉണ്ടാവും തോന്നുന്നുണ്ട്. കാരണം നേരത്തെ ഒരു ചെറിയൊരു വെയിലാണെങ്കിൽ ഇപ്പോൾ വെയിലിൻ്റെ കാടിന് ഇങ്ങനെ കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് വെയിലത്തിടട്ടെ. ഇടയിലായിട്ട് ഇങ്ങനെ കുറച്ച് കുരുമുളകിൻ്റെ മണികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് നന്നായിട്ട് തന്നെ വെയിൽ കൊണ്ടതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് തിരിക്കുമ്പോഴത്തേനും അങ്ങ് പെട്ടെന്ന് പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാല് വെച്ചിട്ട് മെതിച്ചെടുത്തിട്ടുള്ള ആ ഒരു മുളക് ഫുള്ള് ഞാനിപ്പോൾ ഗ്രീൻ നെറ്റൊക്കെ ഇട്ടിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി ഇതും കൂടി ഒന്ന് പെട്ടെന്ന്
കരുതി കൊടുത്തിട്ട് വേണം നമ്മുടെ കുട്ടി കുറുമ്പിന് നമ്മൾ ഒരുക്കി നിർത്തിയിരിക്കട്ടെ അംഗൻവാടി കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്നൊന്ന് പോയിട്ട് ഇതുകൂടി ഒന്ന് നിരത്തിയിട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമും ഇല്ല കേട്ടോ. പിന്നെയും നമ്മുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ വീഡിയോ ഇടയ്ക്കതാ നമ്മൾ മുളകെല്ലാം വെയിലത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിയാണെങ്കിൽ ഞാനത് അവളെ റെഡിയാക്കി നിർത്തിയിരിക്കട്ടോ. പിന്നെ അംഗൻവാടിയിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി അപ്പോൾ അംഗൻവാടിക്ക് കൊണ്ടുവിടാൻ പോയ ആളുതാ നോക്കി തന്നെതാ ഈ ഒരു ബൈക്കിലേക്ക് വലിഞ്ഞ് കയറിയിട്ടുണ്ടോ. എങ്ങനെ കയറിയേ? എന്താ വേണ്ടേ പറ. കുറച്ച് നേരമായിട്ടോ ഹെൽമെറ്റ് വേണമെന്ന് പറയണം. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി കയറി ഹെൽമെറ്റ് വെക്കണമെന്നൊക്കെ അറിയാമല്ലേ? വെക്കാം നമുക്ക് ഹെൽമെറ്റ്. ഇന്ന് ഇതിലാണോ പോണേ വണ്ടിയിൽ? ഇതാരും ഓടിക്കുക? അവണി ഓടിക്കുന്നതാണ് പറയണത്. അവണി ഇങ്ങനെയാണോ ഹെൽമെറ്റ് വെക്കണം? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അവണി ഇങ്ങനെയൊക്കെ ഹെൽമെറ്റ് വെച്ചിട്ട് പോയാ കടിക്കില്ലേ ചീച്ചി? അപ്പോൾ പോയേനെ. ടാറ്റാ. എന്നാ പോയിട്ട് പോയാ. അപ്പം അമ്മ ഉണ്ടാക്കണ്ടല്ലോ ഒന്ന്. ടാറ്റ ബായ്. എപ്പോഴാ വരിക? ഇന്നെ വരുമോ? ശരി ഓക്കെ. ഒരു ഉമ്മ തരുമോ അമ്മയ്ക്ക്? നേരത്താ? എവിടെ പോവാ അതുകൂടി പറ. അങ്കവാടിയിൽ ഇന്ന് ബൈക്കിലല്ലേ പോകുന്നേ? ഓക്കെ ശരി ടാറ്റാ ബൈ ബൈ. ടാറ്റ പോവാണോ? അപ്പം അങ്കവാടി പോകണല്ലേ? ശരി നിൻ്റെ അടുത്ത് സംസാരിച്ചെന്നാൽ സമയം പോകുന്ന വഴിയല്ല. അപ്പം ഞാൻ നേരെ അവളെ കൊണ്ടാക്കട്ടെ ഇനി. അങ്ങനെ എന്തായാലും നമ്മുടെ കുട്ടിക്കുറുമ്പിനെ നമ്മളത് അംഗൻവാടിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കൂട്ടിയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആട്ടോ പിന്നെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കായിരുന്നു. പിന്നെ ശരപടിയിൽ നിന്ന് ഒരു ഓട്ടപ്പാച്ചിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നേരെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ നമുക്കാണെങ്കിൽ ഇന്ന് ഏലത്തിന് മരുന്ന് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരുന്നുകളും കാര്യങ്ങളൊക്കെ കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വേരെല്ലാം നന്നായിട്ട് പൊട്ടി കിളിർത്ത് അതേപോലെ തന്നെ ചിമ്പൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടി ഒരു അടിപൊളി മരുന്നാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു ഒറ്റ മരുന്ന് മാത്രമായിട്ടല്ല, ഒരു 3-4 കൂട്ടം മരുന്നുകൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത കൂടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ സംഭവം മനസ്സിലായില്ലേ? സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വളം കലക്കി ഒഴിക്കുന്നതിൻ്റെ ഇടയിലാട്ടോ ഞങ്ങൾ ഇളക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്പം ഒടിഞ്ഞു പോയി. കമ്പല്ലല്ലോ പിന്നെ എങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കില്ലേ? നമ്മൾ ഓടയാട്ടോ ഇളക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടാന്ന് പറയുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വെയിലിങ്ങനെ കൊണ്ടുവന്നോറും നന്നായിട്ട് ഉണങ്ങി പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടി പോകും. അതുകൊണ്ട് തന്നെ പാതിക്ക് ഇഷ്ടമെങ്കിലും പൊട്ടി. എന്നിട്ട് ഞങ്ങളതിന് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ ഒരു പൊട്ടിയ പീസാണെങ്കിലും വേണ്ടിയാണ്. അത്യാവശ്യം നല്ല നീളമുള്ള പീസാണ്. അതുകൊണ്ട് ബാലൻസ് ഉള്ള പീസ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കുന്നുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന വളം ഏത് തന്നെ ആയിക്കോട്ടെ അത് നല്ല എഫക്റ്റീവായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് ഇടണം. അതിന് നന്നായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ നല്ല അടിപൊളിയായിട്ട് തന്നെ ഡയലൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വളങ്ങളും നന്നായിട്ട് തന്നെ ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ ഒരു ഡ്രമ്മിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വളം മാത്രമല്ലല്ലോ യൂസ് ചെയ്യുന്നത്, ഒരു മെഡിസിൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 3-4 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല വഴിയെ ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വലിയ ഡ്രമ്മിലേക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചു. അതുകൊണ്ട് തന്നെ ഓരോ വളങ്ങളും ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കിയതിന് ശേഷം അടുത്ത ഓരോ വളങ്ങളും ഒഴിക്കുന്നത്. നമ്മളിപ്പോൾ 200-ൻ്റെ 2 ഡ്രമ്മാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വളം കലക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല തിരക്ക് ഓരോ പണികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ഇവിടെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നും അല്ലാട്ടോ. നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വളം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു അടിഭാഗം കുറച്ചുകൂടി ഒന്ന് ഡയലൂട്ട് ആവാനുള്ളത്. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പിടിച്ചൊന്ന് നേരടി ആ ഒരു ഭാഗം എവിടെയാണോ അത് നിങ്ങൾ ഡയലൂട്ട് ആവാത്തത് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കണം. അതാ ഈ ഒരു വളമായിട്ട് നമ്മൾ നെക്സ്റ്റ് വളത്ത് കാണുമ്പോൾ പഞ്ചസാര പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വളം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ഇളക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ലയിച്ച് എന്താ പറയുക പിന്നെ മെൽറ്റായി പോകുമെന്ന് പറയില്ല ഗൈസ്. അപ്പോൾ ആ ഒരു രീതിയിലാട്ടോ അത് നന്നായിട്ടങ്ങ് മെൽറ്റ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ കൂടി നമ്മൾ മറ്റുള്ള വളങ്ങളെ അപേക്ഷിച്ച് നന്നായിട്ടങ്ങ് മെൽറ്റ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ മോട്ടറിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ഓസുകളാട്ടോ ഈ ഒരു കിടക്കുന്നത്. ഫുള്ള് താഴെ നമ്മൾ കിണറ്റിൽ നിന്ന് മോട്ടർ ഇട്ടിരിക്കട്ടെ. അപ്പോൾ ആ ഒരു മോട്ടറിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വെള്ളപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് നമ്മുടെ ഈ ഒരു വളങ്ങളെല്ലാം നമ്മൾ കലക്കി സെറ്റാക്കി എടുക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഗൈസ് എനിക്ക് ഏട്ടൻ ഓരോരോ പണികളായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, അപ്പോഴത്തേനായിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് വിളിച്ചത് കയറുന്നല്ലോ അടുത്ത സെറ്റ് വളം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ 2 ഡ്രമ്മ് വളം നന്നായിട്ട് കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാട്ടോ അപ്പോൾ അവർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഡ്രമ്മ് കാലിയാകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സെറ്റ് നന്നായിട്ട് ഡയലൂട്ട് ആക്കി എടുക്കാനും നമുക്ക് ഈ ഡയലൂട്ട് ആക്കിയ ഈ ഒരു മിക്സ് നമുക്ക് അടുത്ത ഡ്രമ്മിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടുത്ത സെക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എന്തായാലും തഗ്ഗിയായിട്ടുള്ള പരിപാടിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 ബക്കറ്റുകളിലായിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് നമ്മൾ വളങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വളങ്ങളെല്ലാം ഡയലൂട്ട് ആയതിനു ശേഷം നമ്മൾ ആ ഡ്രമ്മിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഡ്രമ്മിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ വെള്ളം പിടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് വളം കണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട്
ഓരോന്ന് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ ഇളക്കി കൊടുക്കും, എട്ട് ഒഴിക്കും, അല്ലാതെ ചേട്ടൻ ഇളക്കും, ഞാൻ ഒഴിക്കും, ഇങ്ങനെയായിട്ട് ചെയ്യാറ്. അപ്പോൾ എന്താണ് നമുക്ക് നിങ്ങളെ കാണിച്ചു കൂടി തരണതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും റിസ്ക് ഒഴിച്ച് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. അങ്ങനെ എന്താണ് നമ്മൾ ഈ ഒരു വളം ഒഴിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കളർ ടോട്ടലി അങ്ങ് മാറിയില്ലേ. പിന്നെ ഇന്ന് നമ്മൾ വളം ഒഴിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്ന് നനമുക്കുമ്പിക്കില്ലേ, കാരണം ഇന്ന് നനച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വളം ഒഴിച്ചതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മഴ കഴിയണം. പക്ഷേ ലക്ഷണം കണ്ടിട്ട് മഴ കഴിയുന്നതെന്ന് തോന്നുന്നില്ല ഗൈസ്. നല്ല വെയിലാണ്, പിന്നെ കത്തി ചെളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ കനിയാത്തത് നമ്മൾ തന്നെ കനിയാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരിപാടി ഫുള്ള് തീർത്തിട്ട് വേണം. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തീരുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾക്ക് ഇന്ന് കുറച്ചധികം പേരുണ്ടല്ലോ നമുക്ക് ചേട്ടന്മാരൊക്കെ പണിക്കേക്കുന്നത്. അതിലായാലും മാക്സിമം സ്പീഡിൽ തന്നെയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഡ്രമ്മ് വളങ്ങളും നമ്മൾ കലക്കി വെക്കുന്നതേ അറിയുന്നുള്ളൂ കൈ. ഇത് തീരുന്ന വഴി അറിയുന്നതില്ല. കാരണം ചടപടയുന്നുണ്ട് ഓരോ ബക്കറ്റുകളിലായിട്ട് കോരി ഓരോ ചെടിയുടെ ചൂടിൽ കൊണ്ട് ഒഴിക്കുന്നത് അത്രയും സ്പീഡിലാണ്. പിന്നെ നമ്മുടെ ഇതിൽ തന്നെ ഇടയിൽ കൂടെ തയ്യലങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു വർഷം വെച്ച് കൊടുക്കുന്ന പുതിയ ഇലങ്ങളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വലിയ തൈകളൊക്കെയാണെന്നുള്ളത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു ചെടി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ചെടിയായിട്ടുള്ളൊരു ചെടി തന്നെയുണ്ട്. അപ്പോൾ എന്നാലും അതിന് നമ്മൾ ഒരു ബക്കറ്റ് ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ 3 കൂട്ടം വളങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 3 കൂട്ടം വളങ്ങൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഡ്രമ്മിൽ ഒഴിച്ച് അതാണല്ലോ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 വളങ്ങളുടെ ഗുണം എന്ന് പറയുന്നത് 3 രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെടിയുടെ വേര് മുതൽ നമുക്ക് ചിമ്പായാലും മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ നമുക്കിതിൽ ബ്ലൂ സോളിനെ പറ്റിയൊക്കെ കർഷകരായ എല്ലാ കൂട്ടുകാർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം. അപ്പോൾ എന്തായാലും നല്ല ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ബ്ലൂ സോളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ അതുപോലെ എല്ലാത്തിനും അതിന് കറക്റ്റായൊരു അനുപാതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രോപ്പർ ആവണം. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു കൃത്യമായ ടൈമിൽ തന്നെ കൊടുക്കും കൂടി വേണ്ടോ, എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് അത്രയും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള ബ്ലൂ സോൾ എന്ന് പറയുന്നത് ന്യൂട്രിഫൈഡിൻ്റെയാണ്. അതേപോലെ തന്നെ ബ്ലൂ സോൾ എന്ന് പറഞ്ഞാൽ ഒരു NPK വളം കൂടിയാണ്. അപ്പോൾ NPK വളം എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇതിന് ഫ്ലവറിങ്, ഏത് മുരടിച്ച് നിൽക്കുന്ന ചെടിയായാലും അതുപോലെ ഏത് ഫ്ലവറിങ് ഇല്ലാത്തൊരു ചെടിയാണെങ്കിൽ പോലും നമ്മളൊരു ബ്ലൂ സോളൊക്കെ നന്നായിട്ട് കൊടുക്കുന്നതോടുകൂടി ആ ഒരു ചെടിയിലേക്ക് നല്ലൊരു മാറ്റം തന്നെയാണ്. നമ്മുടെ മുളക് ചെടിക്കൊക്കെ നമ്മൾ ഇത് ബ്ലൂ സോൾ ഒന്ന് കുറച്ചെടുത്തിട്ട്, അതായത് ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി മതി. കാരണം ഒരുപാട് നമുക്ക് ക്വാണ്ടിറ്റി നമ്മുടെ മുളക് തൈ അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും വേണ്ട. അപ്പോൾ വെജിറ്റേറിയൻ പ്ലാന്റ്സിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഫെർട്ടിലൈസർ തന്നെയാണ് കൈസ് ഈ ഒരു ബ്ലൂ സോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഏലത്തിന് ഇപ്പോൾ നമ്മൾ ബ്ലൂ സോൾ അതുപോലെ തന്നെ വേറെ 2 വളം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നെ വഴിയെ കാണിക്കാം. അങ്ങനെ നമ്മുടെ 3 ബക്കറ്റ് ഇവിടെ കാലിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റ് കാലിയായ അവസ്ഥയ്ക്ക് നമുക്കിനി അടുത്ത ട്രിപ്പ് വളം കലക്കാനുള്ള സമയമായി കഴിച്ച്. കാരണം നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ആക്കാനല്ല, കാരണം അത്രയും നമ്മൾ പെട്ടെന്നായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത വളം കലക്കാൻ വേണ്ടി എന്തായാലും വെള്ളമൊക്കെ പിടിച്ച് നമുക്ക് എന്തായാലും അടുത്ത ട്രിപ്പ് വളം കൂടി കലക്കി വെക്കാം. കാരണം പെട്ടെന്ന് ചടപടേ നടന്നത് തീർന്നു പോകുന്നതുകൊണ്ട് നമ്മൾ അവർ തീർന്നിട്ട് അടുത്തതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം അപ്പോഴത്തേനും നമ്മളിവിടെ അടുത്തത് കലക്കി സെറ്റ് ആക്കുകയാണെങ്കിൽ പിന്നെ ചടപടയിൽ നിന്ന് പണിയും കൂടി നടക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും താമസിക്കാതെ അടുത്ത വളം കൂടി കലക്കുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ബ്ലൂ സോൾ കുറച്ച് കുറവായിരുന്നു. അതാട്ടോ നമ്മുടെ അളവ് കപ്പ്, അതായത് ഈ ഒരു ബ്ലൂ കപ്പാട്ടോ നമ്മുടെ അളവ് കപ്പ്. ഇതിനൊരു 1.5 കപ്പാണ് നമ്മൾ ബ്ലൂ സോൾ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ മറ്റുള്ള വളങ്ങൾ കൂടി എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം. അപ്പോൾ തന്നെ ഞാൻ എന്തായാലും കുറച്ചുകൂടി വളം വേണമെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് കുറച്ചുകൂടി വളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന വളങ്ങൾ നമുക്ക് എല്ലാ അഗ്രികൾച്ചർ ക്രോപ്സിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി വളങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു അനുപാതം അത് കൃത്യമാകാൻ വേണ്ടി ശ്രദ്ധിക്കണം. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഇതാ നമ്മുടെ അടുത്ത ആൾ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ റൂട്ടുകളുടെ രാജാവ്, റൂട്ട് കിങ് ആണത്. ഈ ഒരു വളം കൊടുക്കുന്നതോട് കൂടിയിട്ടോ, അതായത് നമ്മൾ ആ ഒരു ഡ്രമ്മിലേക്ക് തന്നെ കളർ ചേഞ്ച് ആയി തുടങ്ങി, ഒരു ബ്ലാക്ക് കളറൊക്കെ വന്നില്ല. അപ്പോൾ ഈ ഒരു വളം ഇടുമ്പോഴാണ് നമ്മുടെ ആ ഒരു കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് ഇത് എത്തുമ്പോഴത്തേനും ആ ഒരു ചെടിക്ക് തന്നെ നല്ലൊരു മാറ്റമാണ്. കാരണം വേരൊക്കെ നന്നായിട്ട് ചെറിയ നാരുവേരൊക്കെ പൊട്ടിങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേനും നല്ലൊരു മാറ്റമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് പിന്നെ ഇതേപോലെ വളമൊക്കെ കൊടുക്കുന്ന ഒരു ടൈമിൽ പിന്നെ ഏത് ഫെർട്ടിലൈസർ ആയിക്കോട്ടെ അത് നമുക്ക് അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ ആവശ്യമുണ്ട്. കാരണം മൊത്തം എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വേണം. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ ആയിട്ട് എടുക്കാറ്. അങ്ങനെ നമ്മുടെ അടുത്ത ഡ്രമ്മ് കലക്കി ഇതാ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കില്ലാത്ത അപ്പോൾ അതിനൊഴിക്കുന്നതിനനുസരിച്ച് ഏട്ടൻ പകുതി വരെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു 1/4 ബക്കറ്റ് വാങ്ങുന്നു, പിന്നെ ഇതാ വീണ്ടും അതിൽ നിന്ന് മുക്കിയെടുത്ത് പിന്നെ അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ ഇതാ അവിടെ അടുത്ത സെറ്റ് ഇതാ വളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു സംഭവമാണ് നമ്മുടെ റൂട്ട് കിങ്. അത് ഒരു പൊടി രൂപത്തിലാട്ടോ. നമ്മളൊരു ഉമിക്കരി കണ്ടിട്ടില്ലേ, നമ്മുടെ നെല്ലൊക്കെ കുത്തിയിട്ടുള്ളത്, അതിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിലാണ് അത് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മൾ കൊടുത്തിട്ടുള്ള കുറച്ച് പാക്കേജുകൾ ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു പ്രൊസീജിയർ തുടങ്ങിയിട്ട് കുറച്ചധികം ടൈമും ആയിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് നമ്മുടെ ഫെർട്ടിലൈസറും തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്ന് കഴിയുമ്പോൾ അടുത്ത് നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു 3 വളങ്ങളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡ്രമ്മിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ റൂട്ട് കിങ് എപ്പോൾ ഒഴിച്ചോ ആ ഒരു 1 സെക്കൻഡ് തന്നെ നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസറിൻ്റെ കളർ ഫുള്ളായിട്ട് ചേഞ്ച് ആയി നോക്കി ഈ ഒരു കളറിലേക്കാണ് എത്തുന്നത്. പിന്നെ ഈ ഒരു രീതിയിലാട്ടോ നമ്മളിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കറക്റ്റ് അതിൻ്റെ ഒരു ചോട്ടിലല്ല അവിടെ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഒഴിക്കുന്നത്. കാരണം ഇപ്പോൾ നല്ല വെയിലാണ്, നമ്മൾ നനച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ കൂടി അതിൻ്റെ കറക്റ്റ് ചോട്ടിൽ ഏതൊരു ഫെർട്ടിലൈസർ ഇടുവാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആട്ടുംകാഷ്ടായാലും ചാണകപ്പൊടിയൊക്കെ നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിടുന്നതാണ് ഏറ്റവും നല്ലത്.
നമ്മുടെ ഒരു ബ്ലൂ സോൾ ആയാൽ തന്നെ ഒരു NPK കോംപ്ലക്സ് ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നൈട്രജൻ ആയാലും നമുക്ക് അമോണിയ, ഫോസ്ഫറസ്, സൾഫേറ്റ് അങ്ങനെ ഒരുപാട് മൂലകങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ് നമ്മുടെ ഒരു ബ്ലൂ സോൾ എന്ന് പറയുന്നത്. പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫേറ്റ്, ക്ലോറൈഡ് അങ്ങനെ ഒത്തിരി നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് മൂലകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ 2 ഡ്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഡ്രം കുറച്ച് താഴെയായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ചേട്ടന്മാരെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡ്രമ്മിൻ്റെ ഏകദേശം ഫിനിഷ് ആവാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയ കഴിഞ്ഞ അവസ്ഥയ്ക്ക് നമുക്ക് കുറച്ചുകൂടി താഴേക്ക് ഇറക്കേണ്ടത്. അതായത് ഓരോ ചെടി ഒരു 10-15 ചെടിയിലേക്ക് ഒഴിക്കാൻ പാകത്തിന് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ നോക്കിയിട്ടാട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒഴിക്കാനായാലും അതിൻ്റെ ചുവടിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ കലക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങനെ ചുമന്ന് നടക്കണ്ടല്ലോ. എന്നാലും കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി അടുത്തേക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ കണ്ണേടിനായാലും ഇന്ന് രാവിലെ തൊട്ട് ഫുള്ള് ഓട്ടത്തോടെ തന്നെ അടവ് നോക്കി നമ്മുടെ ക്യാമറയിലേക്ക് നോക്കാൻ പോലും പുള്ളിക്ക് സമയമില്ല. അപ്പോൾ ഫുള്ള് തിരക്ക് പിടിച്ച പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഈ ഒരു ഡ്രം ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം പിടിക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ ഓസുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ജോയിൻറ്റ് പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് വെള്ളം പിടിക്കാനായും കുറച്ചൊരു എളുപ്പം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ അതിൽ ഇടയ്ക്ക് വരുന്നൊരു കമൻറ്റാണ്, ചേച്ചി കുറച്ച് സ്പീഡ് കുറച്ച് സംസാരിക്കുമെന്ന്. എന്ത് ചെയ്യാനും കേസ് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളങ്ങനെ സംസാരിച്ച് നമുക്ക് ആ ഒരു ഫ്ലോ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്നു പോകട്ടെ. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. ഒരുപാട് സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വഴിക്ക് എന്തായാലും അത് ശരിയാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞാനിവിടെ ബ്ലൂ സോൾ ഒന്ന് നന്നായിട്ട് ലയിപ്പിക്കുന്ന തിരക്കിലാട്ടോ. അപ്പോൾ നമ്മുടെ മറ്റുള്ള 2 വളം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ലയിപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് പെട്ടെന്ന് പിന്നെ നമുക്ക് ഇതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ അത് ഡൈലൂട്ടായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലയിപ്പിക്കാൻ കുറച്ചുകൂടി പണി വരുന്നത് നമ്മുടെ ബ്ലൂ സോളാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്ലൂ സോൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അതിന് ശേഷം ആണ് നമ്മളത് ഓൾമോസ്റ്റ് ഒരു പകുതിയൊക്കെ ലയിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള 2 വളങ്ങൾ ലയിപ്പിച്ച് സെറ്റാക്കി എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് ചേച്ചിമാരിപ്പോൾ ഏലം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെ എത്തിയിട്ടുണ്ട് അവർ ഏലം ഒരുക്കൽ. അപ്പോൾ എന്നാലും കുറച്ച് ഉണ്ട്. അതായത് ഇവിടെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം നമുക്ക് താഴെ ഒന്ന് പോകാൻ വേണ്ടി. കാരണം അവരവിടെ ചെയ്തുകൊണ്ടിരിക്കണം. എന്തായാലും നമുക്ക് നോക്കണം പോയിട്ട്. എന്തായാലും ഒരുക്കിയ ഭാഗങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഡ്രമ്മ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഡ്രമ്മ് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത്. നമ്മളിനി ഒഴിക്കാനുള്ള ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം അടുത്ത വളം കൂടി മിക്സ് ചെയ്തെടുക്കും. നമ്മളിവിടെ ഓരോ ടൈമിങ്ങിനും ഓരോ വളങ്ങളാട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഏലം പരിപാലന രീതികളും അതുപോലെ നമ്മുടെ കൃഷി രീതികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൊടുത്ത് നിൽക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ പണിയൊന്ന് ചെയ്യട്ടെ. കാരണം ഇനി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാലും നമുക്ക് ടൈം പോകുന്ന വഴി അറിയില്ല. അതുകൊണ്ട് തന്നെ ഇനി കുറേ ചെയ്യാണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ബാലൻസ് ഉള്ള കൂടി ഒന്ന് ഞങ്ങൾ കലക്കി ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും നെക്സ്റ്റ് അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.